السلام عليكم ورحمة الله وبركاته. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بدت لنا في ربيع الأوس مفتخرا قطب الإله معين الدين أجميري. لا زال مرتقيا على مقام العلا قطب الإله معين الدين أجميري. سبط الإمام علي بنت خير الورى قطب الإله معين الدين أجميري. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ഖാജ മഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുടെ ജീവിതത്തിൽ നിന്ന് അല്പം ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. മഹാനവറുകൾ സീസ്ഥാൻ എന്ന പ്രദേശത്താണ് ജനിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. മഹാനവറുകളുടെ പിതാവിന്റെ പേര് ഖാജ ഗിയാസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്നായിരുന്നു. മഹാനവറുകൾ വലിയ വലിയായിരുന്നു, പണ്ഡിതനായിരുന്നു, പൗരപ്രമുഖനായിരുന്നു, ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ യൗവനകാലത്താണ് വിവാഹം നടന്നത്. ഭാര്യയുടെ പേര് സയ്യിദത്ത് മാഹിനൂർ എന്നായിരുന്നു. ഖാജ ഗിയാസുദ്ദീൻ ഹസനിയായിരുന്നു, ഹുസൈനിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതൃ പരമ്പര ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പരമ്പര ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു അവർകളിലുമാണ് എത്തിച്ചേരുന്നത്. അപ്പൊ ഹസനിയാണ്, ഹുസൈനിയുമാണ്. ആ രണ്ട് രീതിയിലുള്ള മഹത്വവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ പ്രദേശത്ത് ഇസ്ലാമിക ഭരണമാണ് നിലനിൽക്കുന്നത്. ജനങ്ങൾ ആ ഭരണത്തിന്റെ കീഴിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. കാരണം രാജ്യം ഭരിക്കുന്ന മുസ്ലിം രാജാവ് സുഖിയനായിരുന്നു. അദ്ദേഹത്തിന് മറ്റ് സുൽത്താൻമാരുമായിട്ട് യുദ്ധം വെട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി. അങ്ങനെ യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും രക്തച്ചൊരിച്ചിലിന്റെയും അസ്വസ്ഥതയുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ജനങ്ങളെ ശാന്തരാക്കാനും അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിർത്താനുമൊക്കെ ഖാജ ഗിയാസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി വളരെയേറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ ശ്രമങ്ങളൊന്നും വേണ്ടതുപോലെ വിജയിച്ചില്ല. നാട് വിട്ടു ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ഇന്ന് യുദ്ധം നടക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ പലായനം നമ്മൾ കാണുന്നുണ്ട്. സമാനമായൊരു പലായനം അന്ന് ആ രാജ്യത്ത് നടക്കുകയുണ്ടായി. യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സമയത്ത് വീട് ഒക്കെ അടച്ചുപൂട്ടി കയ്യിലെടുക്കാവുന്ന സാധനങ്ങളും എടുത്തിട്ട് ആളുകൾ ഓടിപ്പോകുന്ന ഒരു കാലമുണ്ടായി. ആ സമയത്ത് മഹാനായ ഖാജ ഗിയാസുദ്ദീൻ തന്റെ വീട് പൂട്ടി ഭാര്യയോടും മറ്റു കുടുംബാംഗങ്ങളോടും കൂടി നാട് വിട്ടുപോകുന്ന രംഗമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അങ്ങനെ അവർ ഖുറാസാനിലെത്തി. അവിടെ കുറച്ചുനാൾ താമസിച്ചു. പക്ഷെ അവിടെയും അവർക്ക് ശാന്തമായ ജീവിതം നയിക്കാൻ സാധിച്ചില്ല. യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ അവിടെയും ഉരുണ്ടുകൂടി വലിയ യുദ്ധം നടന്നു. തൽഫലമായിട്ട് ആ നാടുകളൊക്കെ വിട്ടുപോകേണ്ടതായിട്ട് വന്നു. ഹിജറ 530 റജബ് മാസം 14 അന്നാണ് മഹാനായ ഖാജ അവർകൾ ജനിക്കുന്നത്. അവരുടെ ജന്മദിനം അന്നാണ്. കുഞ്ഞ് ജനിക്കുന്നു. സ്വന്തം വീട്ടില് സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു സന്ദർഭമല്ല. ഈ ഓടിപ്പോകുന്ന ഒരു കാലഘട്ടമാണ്. പല സ്ഥലത്തും മാറി മാറി താമസിക്കുന്ന കാലഘട്ടം. ജനങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന കാലഘട്ടം. അങ്ങനെ കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന് ഹസൻ എന്ന് പേരിട്ടു. ആ കുഞ്ഞിനെ വളരെ താല്പര്യപൂർവ്വം അവർ വളർത്തിക്കൊണ്ട് വരികയാണ്. ആ കുഞ്ഞിന്റെ മുലകൂടി പ്രായം, ആ പ്രായത്തിൽ നടന്ന ഒരു സംഭവം പറയാം. ഒരു സംഭവമല്ല, പല സംഭവങ്ങൾ. അതിലേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, വീട്ടില് പലപ്പോഴും സ്ത്രീകളൊക്കെ വരും. അവരുടെ കൂടെ മുലകൂടി പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. ആ കുഞ്ഞിന് വിശക്കുന്നുണ്ടാവും. ആ കുഞ്ഞ് കരയാൻ തുടങ്ങും. മുലപ്പാലിന് വേണ്ടി കരയാൻ തുടങ്ങും. വീട്ടിൽ വന്ന വിരുന്നുകാരിയുടെ കുഞ്ഞ്. ആ സമയത്ത് ഉമ്മാക്ക്
ഒരു ഇശാരത്ത് നൽകും. ആര്? ഹസൻ എന്ന കുഞ്ഞ്. അത് മുലകുടി പ്രായത്തിലാണ്, ശിശുവാണ്. ഉമ്മായെ തോണ്ടുകയോ ഉമ്മായുടെ നേരെ വിരൽ ചൂണ്ടുകയൊക്കെ ചെയ്തിട്ട് ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സയ്യിദത്ത് മാഹിയനൂർ ഹാജായുടെ ഉമ്മ ആ കുഞ്ഞിനെ കോരിയെടുക്കുകയും ആ കുഞ്ഞിന് മുല കൊടുക്കുകയും ചെയ്യും. ആ സമയത്ത് ഈ കുഞ്ഞിന്റെ ഇളം ചുണ്ടുകളിൽ പുഞ്ചിരി വിടരും. ഇത് ചരിത്രം രേഖപ്പെടുത്തി വെച്ച വസ്തുതയാണ്. അപ്പം മുലകുടി പ്രായത്തിൽ തന്നെ ഉദാരമതിയാണ്. തനിക്ക് അവകാശപ്പെട്ട മുലപ്പാല് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, കുഞ്ഞുങ്ങൾക്ക്, ശിശുക്കൾക്ക് കൊടുക്കുന്നതിൽ താല്പര്യമായിരുന്നു, സന്തോഷമായിരുന്നു എന്നാണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 വയസ്സുള്ളപ്പോൾ നടന്ന ഒരു സംഭവം പറയാം. അയൽപക്കത്തുള്ള കുഞ്ഞുങ്ങൾ, ചെറിയ ചെറിയ കുട്ടികൾ, സമപ്രായക്കാരെ കുട്ടികൾ, 2 വയസ്സും 1 വയസ്സും ഒക്കെ ഉള്ള നടക്കുന്ന കുട്ടികൾ, അവരെ എല്ലാം കൂട്ടത്തോടു കൂടി ക്ഷണിച്ചുകൊണ്ട് വരും, സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഉമ്മായോട് പറയും അവരെ സൽക്കരിക്കാൻ. അങ്ങനെ വലിയ സൽക്കാരപ്രിയനായി തീർന്നു. ഉമ്മ പലഹാരങ്ങൾ ഉണ്ടാക്കി, പാനീയങ്ങൾ ഉണ്ടാക്കി ആ കുഞ്ഞുങ്ങളെ സൽക്കരിക്കും. അപ്പോഴേ കുഞ്ഞിന് വലിയ സന്തോഷമായിരിക്കും. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സൽക്കാരപ്രിയനായിട്ട് മാറുകയാണ്. പിൽക്കാലത്ത് ഹിന്ദുസ്ഥാനിന്റെ സുൽത്താനായി മാറുന്ന സമയത്ത്, സുൽത്താൻ ഹിന്ദായി തീരുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളെ സൽക്കരിക്കാനുള്ള ആളാണ്. അതിന്റെ തുടക്കം ഈ 3 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരു കാര്യം കൂടി പറയാം. ഒരു പെരുന്നാൾ ദിവസം മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിവസം ആ കുട്ടിക്ക് നല്ല ഉടുപ്പുകളൊക്കെ തയ്പ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഉടുപ്പുകൾ ധരിച്ചുകൊണ്ട് ഈദ്ഗാഹിലാണ് പെരുന്നാൾ നടക്കുന്നത്, അവിടേക്ക് പോവാണ്, സന്തോഷത്തോടു കൂടി പോവാണ്. അപ്പോഴേ വഴിയിൽ ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. ഈ പെരുന്നാൾ ദിവസത്തിൽ പോലും ആ കുഞ്ഞ് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞിന് വിശക്കുന്നു. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ആ കുട്ടിക്ക് കാഴ്ചയില്ല, കണ്ണ് കാണാത്ത കുട്ടിയാണ്. ആ കുട്ടിയെ കൈപിടിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയും വയർ നിറയെ ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. താൻ ധരിച്ചിരിക്കുന്ന പുതിയ വസ്ത്രങ്ങൾ ഊരി ആ കുഞ്ഞിനെ ധരിപ്പിച്ചു. ആ കുഞ്ഞിനെ കുളിപ്പിച്ചു, അതിനെ ഈ പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. എന്നിട്ട് പഴയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ കുഞ്ഞ് ഹസൻ എന്ന കുഞ്ഞു കുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് പോകുന്നു. സന്തോഷകരമായ ഒരു ഈദായിട്ട് അത് മാറുകയും ചെയ്തു. അങ്ങനെ ഹസൻ എന്ന കുട്ടിയുടെ ജീവചരിത്രത്തിലെ അറിയപ്പെടുന്ന അവിസ്മരണീയമായ ഒരു ശ്രമമായിട്ട് ആ ഈദ് മാറുകയും ചെയ്തു. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ മഹാനവറുകളിൽ കാണാൻ നമുക്ക് സാധിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. قطب الإله معين الدين أجميري مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم